ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് എനിക്ക് സമാധാനത്തോടുള്ളൊരു രാവിലെ എന്നൊക്കെ വേണം പറയാൻ. കാരണം ഇത്രയും ദിവസം അമ്പാടിനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ഓടുക, അവന് വയ്യ, അവനെയും കൊണ്ട് അങ്ങോട്ട് ഓടുക ഇങ്ങോട്ട് ഓടുക, അവനെടുത്ത് നടക്കുക. ഇന്നേക്ക് അവന് കുറച്ചൊക്കെ കുറവുണ്ട്, അവൻ വായ്പുണ്ണൊക്കെ ആയിട്ട് ഇന്നേക്ക് കുറച്ച് കുറവുണ്ട്, പനി മാറി. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷത്തിലൊക്കെയാണ്. അപ്പോൾ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് എന്നൊക്കെ പോലെ തുടങ്ങാം. കാരണം ഇന്ന് സമാധാനത്തോടുള്ളൊരു രാവിലെയാണ് ഞങ്ങൾക്ക്. അതുകൊണ്ട് തന്നെ പക്ഷേ നീച്ചത് കുറച്ച് നേരം വൈകിട്ടാണ് എല്ലാവരും, ആർക്കും പണിയൊന്നുമില്ല. അപ്പോൾ നീച്ചത് കുറച്ച് നേരം വൈകിട്ടാണെങ്കിലും സമാധാനം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഒരു ഗ്ലാസ് ചായയാണ് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. രാവിലെ കഴിച്ചത് ചോറും അതേപോലെ തന്നെ മസാലക്കറി ഉണ്ടായിരുന്നു കേട്ടോ. അമ്മ രാവിലെ മസാലക്കറിയാണ് വെച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ചൂട് ചോറും ചൂട് മസാലക്കറിയും കൂടെ രാവിലെ കഴിച്ചു. അതിൻ്റെ ഒപ്പം തന്നെ ഒരു ഗ്ലാസ് ചൂടുള്ള ചായ കൂടി കുടിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനത്തെ ഒരു കോംബോ ഇഷ്ടമാണോ, നിങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ പറയണേ. എനിക്ക് നല്ല ഇഷ്ടമാണ് ചോറിൻ്റെ കൂടെ ചായ കുടിക്കാനായിട്ട്. അപ്പോൾ അത് കഴിച്ചു. പിന്നെ തലേദിവസം ഉണക്കിയിട്ട് കഴിഞ്ഞ തുണികളുണ്ടായിരുന്നു, തിരുമ്പിട്ട് കഴിഞ്ഞ തുണികൾ. ഞാനിപ്പോൾ വൈകുന്നേരമാണ് തിരുമ്പിടാറ്. അമ്പാടിക്ക് വയ്യാത്തതുകൊണ്ട് തന്നെ രാവിലെ തിരുമ്പാൻ നിൽക്കാറില്ല. അപ്പോൾ വൈകുന്നേരം ആണ് തിരുമ്പിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് ഉണങ്ങാനുണ്ടായിരുന്നു കുറച്ചൊക്കെ. അപ്പോൾ വെയിൽ കണ്ടപ്പോൾ അതൊക്കെ എടുത്ത് വെയിലത്തേക്ക് ഇട്ടു കേട്ടോ. അതൊക്കെ കഴിഞ്ഞ് അടിക്കലും തുടയ്ക്കൽ അതൊക്കെ അമ്മ ചെയ്തു. പിന്നെ മുറ്റടിക്കലൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ കൂടെ 2-3 ചെടിയൊക്കെ കുഴിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഉച്ചയ്ക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാണ്. അമ്മ രാവിലെ കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു, എന്നാലും സൈഡായിട്ട് എന്തെങ്കിലും വേണ്ടേ, അതിന് ഞാൻ ഉണ്ടാക്കാൻ കേട്ടോ. ഏട്ടാ സലാഡ് ഉണ്ടാക്കിയിട്ട് പോരെ ചോറ്? സലാഡ് ഉണ്ടാക്കിയിട്ട് മതിയോ ചോറ്? മതിയോ? സലാഡ് ഉണ്ടാക്കിയിട്ട് മതി ചോറ്? ഇനി എന്തുണ്ടാക്കാനത്? അപ്പോൾ പറഞ്ഞു വന്നത് ഉച്ചയ്ക്ക് ഫുഡിനൊന്നുമില്ല കേട്ടോ. ഒന്നുമില്ല എന്നല്ല, മസാലക്കറി അതേപോലെ തന്നെ കൂട്ടാനും ഉണ്ട്. പക്ഷെ എന്നാലും സൈഡായിട്ട് എന്തെങ്കിലും വേണ്ടേ, അതിനാണ് ഉണ്ടാക്കണത്. അപ്പം ഉച്ചയ്ക്ക് ചോറുണ്ടാൻ ചോറ്, അതേപോലെ കുമ്പളങ്ങക്കറി, ഉള്ളിത്തൈര്, പപ്പടം, പിന്നെ എന്താ മസാലക്കറി, അതേപോലെ കൊണ്ടാട്ടമുളക്, ചീനമുളക് കൊണ്ടാട്ടാക്കിയത്, അത് വറുത്തുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമ്പോഴാണ് അമ്പാടി മടിയിൽ കയറി വന്നിരുന്നത്. ഓന് നേരത്തെ കൊടുത്തതാണ്, പക്ഷെ ആൾക്ക് ഉറക്കം വന്ന് ആകെ തൂങ്ങിയിട്ടുണ്ട്. അതാണ് മുഖമൊക്കെ ആകെ വല്ലാണ്ടിരിക്കുന്നത്. അപ്പോൾ ഓന് ഞാൻ കുറേ നിർബന്ധിച്ചു നോക്കി, പക്ഷേ കഴിക്കണില്ല കുട്ടി. അവന് അച്ഛൻ്റെ അടുത്തേക്ക് പോകണം. ഏട്ടൻ വീട്ടിലുണ്ടെങ്കിൽ പിന്നെ ഫുൾ കാര്യങ്ങൾ ഏട്ടനാണ് നോക്കാറ് ചെക്കൻ്റെ. ഓന് അച്ഛൻ ചെയ്ത് കൊടുക്കണം, എന്നാലേ നടക്കുകയുള്ളൂ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. പിന്നെ ഉച്ചയ്ക്ക് ഒരു ഉറക്കമൊക്കെ ഉറങ്ങി. നമുക്ക് കുറച്ച് വിരുന്നുകാരുണ്ടായിരുന്നു. അപ്പോൾ അവരെ കാത്തിങ്ങനെ നിൽക്കണം. അവർ പിന്നെ വൈകുന്നേരമായപ്പോൾ 5 മണിയൊക്കെ ആയപ്പോൾ അവർ പോയി. അപ്പോഴേക്കും നല്ല മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരൊക്കെ പോയി ഞങ്ങൾ നേരെ ചായ കുടിക്കായിരുന്നു കേട്ടോ. ഏട്ടൻ്റെ ഒരു തവണ ചായ കുടി കഴിഞ്ഞതാണ്, ഞാൻ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ എനിക്ക് കമ്പനിക്ക് ഒന്നും കൂടി ചായ കുടിക്കാൻ എല്ലാവരും കൂടി സിറ്റ് ഔട്ടിൽ വട്ടണങ്ങിയിരുന്ന് ഞങ്ങളെല്ലാവരും കൂടെ ചായ കുടിക്കാൻ കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ തുണി മടക്കാനുണ്ടായിരുന്നു, പക്ഷേ അതൊന്നും മടക്കിയില്ല. വൈകുന്നേരത്തിന് അവിടെ തുണിയെടുത്ത് വെച്ചിട്ടുള്ളൂ, മടക്കി വെക്കണം. പിന്നെ അപ്പോഴേക്കും അമ്മ വിളക്ക് കൊളുത്താനല്ല വിളക്ക് കൊളുത്തുകയാണ് കേട്ടോ. ഇന്ന് അമ്മയാണ് വിളക്ക് കൊളുത്തിയത്. വിളക്ക് കൊളുത്തി അമ്മ ഉള്ളിലേക്ക് കയറിപ്പോയിട്ടോ. അത് കഴിഞ്ഞ് പിന്നെ വൈകുന്നേരത്തെ ഫുഡിനുള്ള നോക്കാറുണ്ട്. മേമ വന്നപ്പോൾ തറവാട്ടിൽ നിന്ന് മാങ്ങ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. നല്ല ചെനച്ച മൂവണ്ട മാങ്ങയാണ് കേട്ടോ. ഈ മാങ്ങ ചെനച്ചത് കൊണ്ട് അച്ചാറിട്ട് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ടൊരു അച്ചാറുണ്ടാക്കി. കാളപ്പാട്ടല്ല അമ്പാടിയെ, അമ്പാടി ഇങ്ങനെ കരയുക, അയ്യേ അമ്പാടി ഇങ്ങനെ ചിരിക്കുക, അമ്പാടി ഇങ്ങനെ ചുമക്കുക, ഞാനും കാണട്ടെ. അമ്പാടി ഇങ്ങനെ കണ്ണ് ചിമ്പുക. അമ്പാടിയുടെ കണ്ണെവിടെ? കണ്ണ് മൂക്ക് എവിടെ? അവർക്ക് കാട്ടിക്കൊടുക്കും. മൂക്ക് എവിടെ? അതിൽ കാട്ടിക്കൊടുക്കും. മൂക്ക് എവിടെ? തൊട്ട് കാട്ടിക്കൊടുക്ക്. ചുണ്ടെവിടെ? തല എവിടെ? മുടി, അമ്പാടിയുടെ മുടി എവിടെ? ഋതു എങ്ങനെ അമ്പാടിയുടെ മുടി പിടിച്ച് വലിച്ച്? ഋതു എങ്ങനെ അമ്പാടിയുടെ മുടി പിടിച്ച്? അയ്യോ, അങ്ങനെ പിടിച്ചോ? അമ്പാടിയുടെ കൂടെയുള്ള കളിയൊക്കെ കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കഴിക്കാനായിട്ട് പോകുന്നു. ചോറും പപ്പടവും അച്ചാറും കൂട്ടാനും മസാലക്കറിയൊക്കെ കൂടിയിട്ട് ചോറുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ കിടക്കാൻ പോയി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വേഗം കാണട്ടോ. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ.